നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഞായറാഴ്ച ബ്രസീൽ നോർവേയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 1:30 ആ കളി. ഏതായാലിപ്പോൾ ആ കളിയിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ഇല്ലയോ, ഇതൊക്കെ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുമ്പോൾ കാർലോ അഞ്ചലോട്ടി പറയുന്നു, നെയ്മർ ജൂനിയർക്ക് കളിക്കണം, എല്ലായ്പ്പോഴും എന്ന പോലെ അവന് കളിക്കണം. അവനതാണ് ആഗ്രഹിക്കുന്നത്. 90 മിനിറ്റ് കളിക്കാനുള്ളൊരു ഫിറ്റ്നസ് ഇപ്പോൾ അവനുണ്ട്. കളിക്കാതിരിക്കുന്നത് അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. അവൻ ഹാപ്പിയല്ല. അവൻ നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ റെസ്പെക്റ്റ്ഫുള്ളാണ്, വളരെ കൈൻഡാണ്. ടീംമേറ്റ്സ് എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വളരെ മികച്ചൊരു ക്യാരക്ടറാണ്. അവൻ്റെ ക്വാളിറ്റി വളരെ മികച്ചതാണ്. വളരെ ഹമ്പിൾ പേഴ്സണാണ്. അവൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പ്ലീസ്ഡാണ്. ഒബ്വിയസ്ലി അവന് കളിക്കണം, എല്ലായ്പ്പോഴും അവൻ അങ്ങനെയാണ് എന്നാണ് പാഞ്ചലോട്ടി പറയുന്നത്. അപ്പോൾ ചോദ്യം, അദ്ദേഹത്തെ കളിപ്പിക്കുമോ ഈ ഒരു കളിക്ക്? നോർവേക്കെതിരെയുള്ള മത്സരം, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ ജപ്പാനെതിരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കളിപ്പിക്കുമോ? പാഞ്ചലോട്ടി ഇത് ഫോലാരി സാവോ പോലോ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ നെയ്മർ ജൂനിയറെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നെയ്മറെ ഇപ്പോൾ അങ്ങനെ കളിപ്പിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. അപ്പം കോച്ച് പറയുന്നത് നെയ്മർക്ക് തീർച്ചയായിട്ടും കളിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നെയ്മർ നല്ല രൂപത്തിൽ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഹീസ് ട്രെയിനിങ് വെരി വെൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെയ്മർ വളരെ റെസ്പെക്റ്റ്ഫുള്ളാണ്, കൈൻഡാണ്. ടീംമേറ്റ്സിന് എല്ലാവർക്കും അവനെ വളരെ ഇഷ്ടമാണ്. ടീമിൽ അവൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. കാരണം അവൻ്റെ ക്വാളിറ്റി വളരെ മികച്ചതാണ്. നല്ല ഹമ്പിൾ പേഴ്സണാലിറ്റിയുമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് അവൻ്റെ കാര്യത്തിൽ. ഒബ്വിയസ്ലി അവന് കളിക്കണം, എല്ലായ്പ്പോഴും അവൻ അങ്ങനെയാണ്. അപ്പോൾ കളിക്കണം എന്ന് നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നെയ്മറെ കളിപ്പിക്കുമോ, നോർവേക്കെതിരെ കളിപ്പിക്കുമോ? അപ്പോൾ ചോദ്യം മറുപടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെയ്മർക്ക് കളിക്കാൻ കഴിയും എന്നുള്ളതാണ്. എത്ര സമയം അവൻ കളിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഏതായാലും തൻ്റെ ഗെയിം മിനിറ്റ്സ് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നെയ്മർ ജൂനിയർക്കുണ്ട്, എക്സ്പീരിയൻസ് നെയ്മർ ജൂനിയർക്കുണ്ട്. ആ റിതവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ടീമിന് അവന് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കളിക്കളത്തിലേക്ക് ഇറക്കും. ഐ വിൽ പുട്ട് ഹിം ഓൺ ദി ഫീൽഡ് എന്നാണ്. വെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ടീം നീഡ്സ് ഹിം, ഐ വിൽ പുട്ട് ഹിം ഓൺ ദി ഫീൽഡ് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ടീമിന് നെയ്മർ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, ആ കളിക്ക് നെയ്മറുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് തോന്നിയാൽ ഒരു സംശയം വേണ്ട, നെയ്മറെ നേരെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടുമെന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ ജപ്പാനെതിരെയുള്ള കളിയിൽ നെയ്മർ ഇറക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള കോച്ച് പിന്നീട് വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ കളിയുടെ സാഹചര്യം മറ്റൊരു തരത്തിലേക്ക് പോയതുകൊണ്ടാണ് നെയ്മറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കേണ്ട എന്ന് അപ്പോൾ തീരുമാനിച്ചത്. അതായത് ഓരോ കളിയുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നെയ്മർ ഉപയോഗപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.